ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉന്നതരുടെ അറസ്റ്റ് ഉടൻ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ എൻ വിജയകുമാർ, കെ പി ശങ്കർദാസ് എന്നിവരെ വൈകാതെ വീണ്ടും ചോദ്യം ചെയ്യും. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായി കസ്റ്റഡി അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ട്ളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിലെ അംഗങ്ങളാണ് എൻ വിജയകുമാറും കെ പി ശങ്കരദാസും. പത്മകുമാർ അറസ്റ്റിലായിട്ടും ഇരുവരെയും കേസിൽ പ്രതി ചേർത്തിരുന്നില്ല. ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഇരുവർക്കുമെതിരെയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചത്. കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും വൈകാതെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് വിവരം. സ്വർണ്ണപ്പാളികൾ ഒരുക്കിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ സിഇഒ പങ്കജ് ഭണ്ഡാരി, സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. മുൻകൂർ ജാമ്യത്തിനായി ഗോവർദ്ധൻ ഹൈക്കോടതിയെ സമീപിക്കും. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നാണ് ഗോവർദ്ധന്റെ വാദം. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞിട്ടും അത് വാങ്ങുകയും തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും ചെയ്തുവെന്നാണ് ഗോവർദ്ധനെതിരായ കേസ്. 474 ഗ്രാം സ്വർണമായിരുന്നു ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത്. 15 ലക്ഷം രൂപയും ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറി. 96 ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പണിക്കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയത്. മീഡിയ 1 തിരുവനന്തപുരം.